ബിഗ് ബോസിനകത്ത് പൊക്കഴിഞ്ഞാൽ മുക്രിയിടും. എന്നുവെച്ചാൽ മുക്രിയിടും. നിങ്ങൾ നോക്കിക്കോ. എന്നുവെച്ചാൽ ഇപ്പം നെപ്റ്റ്യൂണും കഴിഞ്ഞിട്ട് പോയി. അപ്പൊ ഇനി അങ്ങോട്ടാ പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഈ നാക്ക് ഭയങ്കര പ്രശ്നമാണ്. ഈ നാക്കും ആ പെരുമാറ്റവും ഒരാളോട് റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കുന്നതും എല്ലാം കാണുമ്പോൾ കുഞ്ചാക്ക പാവൻ ശാലിനി കോംബോ ആര് ഇവർ രണ്ടുപേരും ഈ സിനിമ എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട് കുറച്ച് പ്രാവശ്യമായിട്ട്. സിനിമ എന്ന്. ഈ സിനിമ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കഴിഞ്ഞിടയ്ക്ക് ഇവരോട് സിനിമ ഇറങ്ങിയായിരുന്നു. ക്യാമറയുടെ മുന്നേ അഭിനയം, ക്യാമറയുടെ വെളിയിൽ അഭിനയം, ജീവിതത്തിലെ അഭിനയം. നമസ്കാരം, കണക്റ്റിംഗ് മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്ന കണ്ടന്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. വേറൊന്നുമല്ല, ഇന്നും രേണു സുധി തന്നെ. ഇത് നിൽക്കുമെന്ന് തോന്നുന്നില്ല. എന്താണെന്ന് വെച്ചാൽ പുതിയ കഥാപാത്രങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു, പുതിയ കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇനിയും പുതിയ കഥാപാത്രങ്ങൾ വരാനുണ്ടെന്ന് പറഞ്ഞ് കേൾക്കുന്നു. എന്തുവാ അപ്പാ ഇത് തീരത്തില്ല. ഇതൊരു മെഗാ സീരിയൽ പോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുവാണ്. അപ്പൊ ചോദിക്കും, നിങ്ങളെല്ലാം കൂടെ ആ മെഗാ സീരിയൽ ആക്കുന്നതല്ലേ എന്ന്. നമ്മൾ ആരും മെഗാ സീരിയൽ ആക്കുന്നതല്ല. ഓരോരോ കാര്യങ്ങൾ ഓരോ ദിവസം ഉണ്ടാകുമ്പോൾ അല്ല അതിനോടനുബന്ധിച്ച് നമുക്ക് റിയാക്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് റിയാക്ട് ചെയ്യുന്നത്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ രേണുസുധിയുടെ കണ്ടന്റ് ഇപ്പോൾ ഓടുന്നുള്ളൂ. അതും പോസിറ്റീവ് കണ്ടന്റ് ഓടുന്നില്ല, നെഗറ്റീവ് കണ്ടന്റ് ആണ് ഏറ്റവും കൂടുതൽ ഓടുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും ഒരാളെ പൂർണ്ണമായിട്ടും നെഗറ്റീവ് ആക്കാനോ ഒരാളെ പൂർണ്ണമായിട്ടും പോസിറ്റീവ് ആക്കാനോ ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ ഇവരാരും എൻ്റെ സ്വന്തക്കാരും ബന്ധക്കാരും ഒന്നുമല്ല. അത് മാത്രമല്ല, ഇവരാരും നമുക്കറിയത്തുമില്ല. ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഇഷ്യൂസ് കേന്ദ്രീകരിച്ചാണ് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അതിൽ നെല്ലും പതിരും ഒക്കെ ഒന്ന് തിരഞ്ഞ് നമ്മൾ എടുക്കുന്നതാണ്. അപ്പൊ എന്തായാലും വൈബർഗുഡ് ദേവുവിന്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്, സെക്കൻഡ് പാർട്ട്. അതിലെ കുറച്ച് കാര്യങ്ങൾ റിയാക്ട് ചെയ്യാനാണ്. വേറൊന്നുമല്ല, എനിക്ക് ആ ഇന്റർവ്യൂ കണ്ടപ്പം എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചനെ പോലെ അല്ല ഈ പ്രതീഷ് എന്ന്. അവരെന്തോ ആയിക്കോട്ടെ, അവര് തമ്മിൽ ഒരുമിച്ച് അഭിനയിക്കുന്നു, ഒരുപാട് ട്രോളുകളൊക്കെ കിട്ടുന്നുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ പ്രതീഷിന് ഒരു ഇന്റർവ്യൂവിൽ സംസാരിക്കേണ്ട രീതികൾ അറിയാം. ചെറുതായിട്ടൊന്ന് അതിര് വിട്ടു എന്ന് പറഞ്ഞാലും ഒരു നല്ല രീതിയിൽ ഒരു ഇന്റർവ്യൂവിനെ അങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്ന് കൃത്യമായിട്ട് അറിയാം. അത് രേണു കണ്ടുപഠിച്ചാൽ, അങ്ങനെയെങ്കിലും പ്രതീഷിനെ ഒന്ന് അങ്ങനെയും കണ്ടുപഠിച്ചാൽ മതിയായിരുന്നു. അനിയനാണെന്നാണല്ലോ പറയുന്നത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ നമ്മൾ കണ്ണുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അവർ തമ്മിൽ വേറെന്തെങ്കിലും ബന്ധമുണ്ടെന്നോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഈ നിമിഷം വരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയത്തില്ല. പണ്ട് മഞ്ജു വാര്യറും ദിലീപും കാവ്യ മാധവനും ഒക്കെ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുകയും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഇതുപോലത്തെ ഇന്റർവ്യൂ കൊടുക്കുകയും ഫാമിലി മൊത്തം വന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്ത കാലങ്ങൾ നമുക്കറിയാം. അതിനുശേഷം നടന്ന സംഭവങ്ങൾ നമുക്കറിയാം. എന്റെ മുന്നിൽ ഒരു ഉദാഹരണം വന്നുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ഇവരുടെ വിഷയത്തിൽ എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. എങ്കിലും ഒരാളുടെ ഉള്ളിൽ ഇപ്പൊ ഒന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ ഇവരുടെ ഒന്നും. അപ്പോഴും നമ്മൾ ആ ഇന്റർവ്യൂ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, നിങ്ങൾ ആ ചാനലിൽ കയറി ശ്രദ്ധിച്ചാൽ, നിങ്ങൾ ആ ഇന്റർവ്യൂ കാണുമ്പോൾ ഈ രേഷ്മ പി തങ്കച്ചന്റെ ആക്ഷൻസ് ശ്രദ്ധിക്കണം. ആ ആക്ഷൻസിലാണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. ഈ രേഷ്മയ്ക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുന്നത് തന്നെ ഈ ആക്ഷനിലും ആ പറയുന്ന രീതികളിലുമാണ്. ഞാനാണ് വലുത്, ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള ഇരിപ്പും സംസാരവും ഒക്കെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ വൈബർ കൂട്ട് ഇതിനകത്ത് കുറച്ചൊക്കെ ഇവരെ വെളുപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അതൊക്കെ ഓക്കെ, ഓരോ ഇന്റർവ്യൂവിന്റെ കാര്യങ്ങൾ. അതുപോലെ ആ ഇന്റർവ്യൂ എടുക്കുന്ന ആളിന്റെ ചിലപ്പോൾ അവരെ ഒരുപാട് ക്വസ്റ്റ്യൻസും ചോദിപ്പിച്ച് കുഴക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. എന്തായാലും ഈ വീഡിയോ കാണുന്നവരെ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ആ മറ്റേ ഒരു ബട്ടൺ ഉണ്ടല്ലോ, എപ്പോഴും അതങ്ങ് മറന്നും പോവുകയാണല്ലോ. അതിന്റെ പേര് എന്തോ അതിന്റെ പേര്, അത് അങ്ങോട്ട് പ്രസ് ചെയ്യണം കേട്ടോ. അത് മനസ്സിലോട്ട് വരുന്നില്ല. നമ്മുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് നമ്മൾ അറിയണം കൊണ്ടാണ്. വൈഫ് ഭയങ്കര സപ്പോർട്ട്. ഈവൻ ഞാൻ അടുത്തിടയ്ക്ക് ഒരു വീഡിയോ കണ്ടു, ലൈക്ക് പറയണ്ടെന്ന് വിചാരിച്ചാണ് അഗെയിൻ പറയാണ്, ഗെറ്റിംഗ് സോ മച്ച് ഓഫ് കമന്റ്സ്, ലൈക്ക് ഒരു മോശമായ രീതിയിൽ സംസാരിക്കുക. അതേപോലെ ഒരു ഇന്റർവ്യൂല് രേണുവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ അപ്പൊ ഒക്കെ ആ കുട്ടി ലൈക്ക് വളരെ ലൈറ്റ് ആയിട്ട്, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമല്ലേ. അപ്പൊ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ ഇതിനെ പറ്റി പഠിക്കാൻ പറ്റിയതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് കൂടുതലും മീഡിയാസിനെ കൊണ്ട് ഇവർ ചോദിപ്പിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചനാണെങ്കിലും ഈ പറയുന്ന പ്രതീഷ് ആണെങ്കിലും ഇവരെല്ലാം പ്ലാനിങ്ങോടെ, അവർക്ക് കുറച്ച് ക്യാമറാമാന്മാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അവരെ കൊണ്ട് ചോദിപ്പിക്കും. എന്നിട്ട് അവർ ചോദിക്കുമ്പോൾ ഇവരൊന്നും അറിയാത്ത പോലെ മറുപടി പറയും. അത് കയറി വൈറലാവണം. ഇപ്പൊ ശ്രദ്ധിക്കുന്നത് എന്തുവാ, ഹെഡിങ് കൊടുക്കുമ്പോഴത്തേക്ക് രേണുവിനെ കെട്ടിപ്പിടിച്ച് പ്രതീഷ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ഹെഡിങ് ഞാൻ പറയുക, നോർമലി അങ്ങനെയൊക്കെ ഹെഡിങ് കൊടുത്തു വരും. ഇവർക്ക് അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കും, എന്താണെന്ന് നോക്കും, വ്യൂ കൂടും, ഇത് ആളുകളിലേക്ക് എത്തും. അപ്പൊ ഇവര് ഫേമസ് ആവും. അല്ലാതൊന്നും ഇവര് ഇപ്പം മമ്മൂട്ടി മോഹൻലാലിനെ പോലൊക്കെ ഭയങ്കര അഭിനയിച്ചൊന്നും ഫേമസ് ആയവരൊന്നും അല്ലല്ലോ. ഈ സോഷ്യൽ മീഡിയ കൂടി ഇങ്ങനെയുള്ള കാണിച്ചിട്ടൊക്കെയാണല്ലോ ഫേമസ് ആയത്.
ഞാൻ പറഞ്ഞ ഇപ്പൊ ചില ആൾക്കാർ ഇപ്പൊ അതിന് എക്സാമ്പിൾ ഞാൻ പറയണേ, ഇപ്പൊ ഒരാൾക്ക് സഹായം ചെയ്യുന്നു, അത് ചില ആൾക്കാർ വീഡിയോ എടുത്തിട്ട് ഇന്ന പോലെ സഹായം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇടും. അത് എന്തുകൊണ്ട്? 4 ആൾക്കാരെ അറിഞ്ഞിട്ട് പിന്നീട് ഒരിക്കലും അത് ചെയ്യണമെന്നുണ്ട്. അതന്നെ, പിന്നീട് ഒരാൾക്ക് അത് ചെയ്യാൻ തോന്നണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ കണ്ടിട്ടില്ലേ, എന്തൊരു സഹായം ചെയ്യുമ്പോൾ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ ഇനി അതുപോലെ ചെയ്യണം എന്ന് പറയും. പക്ഷെ ഇവരുടെ വീഡിയോ എടുത്തിരുന്ന് അത് കാണുന്നവരടുത്ത് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് എന്നാണ്. കൂടുതലും ഈ രശ്മ പി തങ്കച്ചന്റെ വീഡിയോ ക്ലാസ് കാണുമ്പോൾ ഒരിക്കലും ഒരു ലേഡീസും ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ പറഞ്ഞത് എനിക്ക് വ്യക്തിപരമായിട്ട് ഇവരൊരാളും എനിക്ക് വൈരാഗ്യം കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എനിക്ക് ആ റീൽസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെന്തായി കാണിച്ചു കൂട്ടുന്നതെന്ന്. അതൊരു ഇവൻ നിങ്ങൾ തമ്മിൽ പോകുമ്പോ ഇവൻ ഞാനും കണ്ടിട്ടുള്ളതാണ്. മോളായിട്ടുള്ള കമ്പനിയും അതേപോലെ തന്നെ വൈഫാണെങ്കിലും ഭയങ്കര ലൈക്ക് നമുക്കറിയാലോ ഹസ്ബൻഡ് വൈഫിൽ എന്തെങ്കിലും വൈഫിനൊരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫേസിലായിട്ടും ഒരു ഗ്യാപ്പും കാര്യങ്ങളെല്ലാം കാണിക്കും. അപ്പൊ ഈ ഒരു വീഡിയോന്റെ താഴെയാണെങ്കിലും വരുന്ന കമന്റ്സ്, നീ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ, ഇത് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ. ഞാൻ അവന്റെ കുടുംബം. അപ്പം ബൈബിൾ കൂട്ടി ഇതിനകത്ത് പറയുന്നത് ഫാമിലി ആയിട്ടിരുന്ന് ഇന്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു ഫാമിലി ആണെങ്കിൽ നമുക്ക് അങ്ങോട്ട് മാറിയിരുന്നാൽ പോരെ, മാറിയിരുന്ന ഒരു ഡിസ്റ്റൻസ് കാണിക്കും എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും ഞാനിവിടെ ഒരു ഉദാഹരണം പറയുന്നത് മലയാളത്തിലെ ഒരു പ്രമുഖ സൂപ്പർ സ്റ്റാർ, ഞാനിപ്പോൾ നേരത്തെ പേര് പറഞ്ഞതാ, പ്രമുഖ സൂപ്പർ സ്റ്റാർ അങ്ങനെയായിരുന്നു. ആദ്യം ഒരുമിച്ചിരുന്നു, എൻ്റെ മകളെ പോലാണെന്നെങ്ങാണ്ട് പറഞ്ഞു, എനിക്കെൻ്റെ ചേട്ടനെ പോലെയാണെന്ന് പറഞ്ഞു, എനിക്കെൻ്റെ മോളെ പോലാണെന്ന് പറഞ്ഞു. അവസാനം എന്തായി? അപ്പൊ അതൊക്കെ കണ്ടിട്ടാണ് ഈ സമൂഹം ഇങ്ങനെയൊക്കെ ഇപ്പൊ ഈ പറയുന്ന പോലെ ഈ സമൂഹത്തിലുള്ളവര് ഇതെല്ലാം കണ്ടിട്ടാണ് വരുന്നത്. അപ്പം അവരെയും തെറ്റ് പറയാൻ പറ്റത്തില്ല. അവരിങ്ങനെയൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ ഇടപഴകുന്നത് കാണുമ്പോഴും ഒരു പരിധിയിൽ കൂടുതൽ പരിധി വിട്ടു പോകുമ്പോഴൊക്കെ അവർക്ക് തോന്നുന്നതിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ ന്യായീകരിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും എടുത്തു പറയാം, എനിക്കിതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഈ പറയുന്ന സമൂഹത്തിൽ ഇങ്ങനെ കമന്റ് ഇടുന്നവർ, നീ സൂക്ഷിച്ചു വെച്ചോ, നീ സേവ് ചെയ്ത് വെച്ചോ എന്ന് പറയുന്നവർ ഇങ്ങനെ ഒരു അനുഭവസ്ഥരായിരിക്കാം. അനുഭവസ്ഥരെന്നല്ല, ഇതെല്ലാം കണ്ടുവന്നവരായിരിക്കാം. ഈ ഞാൻ പറഞ്ഞ ഈ ബാക്കിലോട്ടൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് ബിഗ് ബോസിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് തിരിച്ചു വന്ന ആളിന്റെ ഭർത്താവിനെ കൂട്ടുകാരി അടിച്ചുകൊണ്ട് പോയി. ഒരു സിമന്റിന്റെ പരസ്യം ഉണ്ടല്ലോ, മറ്റേ പാമ്പൻ പാലത്തിന് ഉറപ്പേകുന്ന പിൻബലം എന്ന് പറഞ്ഞ അതുപോലെ പിൻബലത്തിലൊക്കെ നിന്ന ആൾക്കാരൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. അപ്പൊ കരയേണ്ട വരും, ഇത് സേവ് ചെയ്ത് വെച്ചു. അപ്പൊ അതിനകത്തൊക്കെ ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ഇപ്പോഴും ഇതേപോലത്തെ ആളുകൾ നിങ്ങൾ നോക്കി കാണുമ്പോൾ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഈവൻ വൈഫായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട് ഈ കമന്റ്സിന്റെ സെക്ഷൻ. ഇത്രയും അപ്ഡേറ്റ് ആയ ഒരു സമൂഹത്തില്, ഇത്രയും അപ്ഡേറ്റ് ആയ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ വരുന്ന കമന്റുകൾ പറ്റിയാ പറയുന്നത്. എന്ന് വെച്ചാൽ ഇത്രയും അപ്ഡേറ്റ് ആയ സമൂഹത്തിൽ ഇത്രയും ഇങ്ങനെയുള്ള കമന്റുകളൊക്കെ ഇടുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്നാ ചോദിക്കുന്നത്. എത്രമാത്രം അപ്ഡേറ്റ് ആയെന്ന് പറഞ്ഞാലും നമ്മുടെ ആൾക്കാർക്ക് ഒരു പരിധിയുണ്ട്. ഞാൻ കണ്ടിടത്തോളം കേരളത്തിലെ ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ, മലയാളികളുടെ കാര്യം ഞാൻ പറയുന്നത്. അവർക്കൊരു പരിധിയുണ്ട്. ആ പരിധി വിട്ട് മേളിലോട്ട് പോകുമ്പോഴേ അവർ കൂടുതലും പ്രതികരിക്കത്തുള്ളൂ. ഈ അപ്ഡേഷനായി ലോകത്തിൽ 5G വന്നു, 3G വന്നു, മറ്റേ എലോൺ മാസ്ക് മറ്റേ സാധനം ആകാശത്തോട്ട് വിട്ടു, അവിടുന്ന് നമ്മളെ എല്ലാവരെയും വീക്ഷിക്കുന്നു. അങ്ങനെ ലൈവ് എന്തും ആയിക്കോട്ടെ. ഇപ്പം ഇവിടെ നിന്ന് ഞാൻ ഇവിടുന്ന് സംസാരിക്കുമ്പോൾ വേണമെങ്കിൽ ഒരാളെ കൊണ്ടുവന്ന് അവിടെ നിർത്തി സംസാരിപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാം ഈ ലോകത്തുണ്ട്. അത്രയും അപ്ഡേഷൻ ആയി എന്ന് പറഞ്ഞാലും നമുക്കൊരു സംസ്കാരമുണ്ട് കേരളത്തില്. അത് പെണ്ണുങ്ങൾക്കാണെങ്കിലും ആണുങ്ങൾക്കാണെങ്കിലും അതൊരു പരിധി വിടുമ്പോൾ ആണ് ഞാൻ കണ്ടിടത്തോളം ഈ മലയാളികളൊക്കെ പ്രതികരിക്കുന്നത്. അല്ലാതെ ഈ അപ്ഡേഷൻ ആയെന്ന് പറഞ്ഞ് കാണുന്ന തോന്നിവാസം എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പ്രതികരിക്കും. ചില തമിഴിലൊക്കെ ഈ കമന്റ് വായിക്കുമ്പോ ഞാൻ അമ്മോ ഒന്നും ചെയ്യണം, ചിലപ്പോ ഡൈവോഴ്സ് ഒക്കെ ആക്കേണ്ടി വരും. അവളെ സന്തോഷം പോയിത്താ, സന്തോഷം പോയിത്താ. പക്ഷെ പോവാണെങ്കിൽ എണീച്ചിട്ടും പോയെന്ന് നമുക്കറിയാം. വേറെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട അപ്പൊ ആ ചോദ്യം എന്താണെന്ന് വെച്ചാല്, വൈഫ് ഇതെല്ലാം കാണുമല്ലോ, ഇതെല്ലാം കാണുമ്പോൾ വൈഫിനോടൊക്കെ നമ്മൾ സംസാരിക്കും. അപ്പൊ പറയുന്നത്, എന്റെ വൈഫ് പറയുന്നത്, എങ്ങനെയും ഒന്ന് പോയി തന്നാ പോയാലും കുഴപ്പമില്ല, എന്നാ ഞാൻ എങ്ങനെയും ഒന്നാ പൊയ്ക്കോ എന്നുള്ള രീതിയിൽ. എന്തായാലും രേണു ചേച്ചിയുടെ കൂടെ ഞാൻ പോത്തില്ലെന്ന് അറിയാം എന്ന് പറയുന്നുമുണ്ട്. ഞാനിതൊരു കാര്യം, ഇതിനകത്തൊരു ഉദാഹരണം പറയാൻ വന്നതേ, നോർമലി നമ്മുടെ ആരുടെ വൈഫാണെങ്കിലും നോർമലി അവരുടെ മനസ്സിലൊന്നുമില്ല ആ സമയത്ത് അവര് പറയും, എന്താ പറയുന്നേ, പോന്നേ പൊയ്ക്കോ, അയ്യോ എങ്ങനെയും ഒന്ന് പോയിത്താന്ന് പറയും. പക്ഷെ അതൊന്ന് സീരിയസ് ആവണം. അത് സീരിയസ് ആകുമ്പോൾ അതിന്റെ ഗുണം മനസ്സിലാകത്തുള്ളൂ. അപ്പൊ ഇതൊക്കെ അങ്ങ് മാറും. അതൊരു തമാശക്ക് പറയുന്നതാ. അതൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ട് അതൊരു തമാശ രീതിയിലായിരിക്കാം പറഞ്ഞത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. അല്ല, അതേപോലെ ഇവര് ആർട്ടിസ്റ്റുകളാണ്, അതേപോലെ ബ്രദർ സിസ്റ്റർ ആണ്. അപ്പൊ ഒരു ലിപ് ലോക്ക് സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ലിപ് ലോക്കിംഗ് ഉണ്ടോ?
കഥാപാത്രങ്ങൾ കാണുമായിരിക്കും. അല്ല പണ്ട് ഡീപ്പിലുള്ള ഡീപ്പിൽ ഇപ്പൊ നാടകത്തിൽ ലിപ് ലോക്ക് ഉണ്ടെന്നല്ല ഞാൻ പറയാം. നാടകത്തിലാണെങ്കിൽ ഇന്റിമേറ്റ് സീൻസ് ഉണ്ട്. അവിടെ തീർച്ചയായിട്ടും അത് ലൈവാണ് അഭിനയിക്കുന്നത്. വരയിട്ട് കേട്ടില്ല എന്ന് ലൈവാണ് അഭിനയിക്കുന്നത്, അതും ലൈവായിട്ട് ഇന്റിമേറ്റ് സീൻ എന്ന് പറയുന്നത് നമ്മൾ നാടകമൊക്കെ കണ്ടുള്ളതാ. ഒരു പരിധി കൂടുതലൊന്നും ഒരു ഇന്റിമേറ്റ് സീനും പോത്തില്ല. ലൈവ് ആണെങ്കിൽ തന്നെ ലൈവാണ് നാടകം. അപ്പം ഞാനും കണ്ട നാടകത്തിലൊന്നും ഇന്റിമേറ്റ് സീനുകളൊന്നും അത്രയ്ക്ക് വൾഗറായിട്ട് ഇന്റിമേറ്റ് സീനുകളൊന്നും ഇല്ല. അങ്ങനത്തെ ഇന്റിമേറ്റ് സീനുകൾ നാടകത്തിൽ കാണിക്കത്തുമില്ല ഞാൻ കണ്ടത്. ഇനിയിപ്പോ പുതിയ നാടകങ്ങളിൽ വല്ലതും ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ബ്രദർ സിസ്റ്റർ അങ്ങനെ ഒരു റിലേഷൻ വന്നാൽ, അങ്ങനത്തെ ഒരു അതിന്റെ ഇടയിൽ അങ്ങനെ ഒരു സീൻ ചെയ്യേണ്ട വന്നാൽ ആരും ഓക്കെ രേണു അത് അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ സീൻ വന്നാൽ ഓക്കെ പ്രതീഷിന്റെ കൂടെയാണ്, ഞാൻ അഭിനയിക്കാൻ തയ്യാറാണ്. ഈവൻ രേണുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും മറുപടി ഉണ്ട്. ഈ പറഞ്ഞ മാതിരി സ്റ്റാർട്ട് ആക്ഷൻ കട്ടിലാണ് ആളുടെ ഒരു ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന രേണു എന്ത് ചെയ്യും? ഓക്കെ, ലൈഫിലുള്ള ബ്രദർ സിസ്റ്ററും. അതെ, ഞാൻ അതാണ് പറഞ്ഞത്. അഭിനയിക്കേണ്ട അവസ്ഥ ആൽബാണെങ്കിൽ ആലോചിക്കണം. എനിക്ക് അഭിനയം ഒരുപോലെയാണ്. എന്റെ ചെറിയ എനിക്ക് അഭിനയം എല്ലാം ഒരുപോലാണെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്കറിയാമല്ലോ, അത് ജീവിതത്തിലും അഭിനയിച്ചുകൊണ്ടിരിക്കുമല്ലോ. അഭിനയം വിട്ടൊരു പരിപാടിയില്ലല്ലോ. എന്താന്ന് വെച്ചാല് ക്യാമറയുടെ മുന്നേ അഭിനയം, ക്യാമറയുടെ വെളിയിൽ അഭിനയം, ജീവിതത്തിലെ അഭിനയം. പിന്നെ ഇതിനകത്ത് പറഞ്ഞ മറ്റൊരു കാര്യം, ലിപ് ലോക്ക് ചെയ്യുന്നത് ഒരു ക്യാരക്ടർ അത് അനുവദിക്കുന്നുണ്ടോ? ഒരു ക്യാരക്ടർ, ഒരു സംവിധായകൻ ഡയറക്ടർ പറയുന്ന നല്ലൊരു കഥയായിരിക്കും, അതിനകത്ത് നമുക്കൊരു സീൻ ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അഭിനയിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടെന്ന് എനിക്ക് പറയുന്നില്ല. പക്ഷെ ആ ക്യാരക്ടറിന് ഒത്തതായിരിക്കണം. അല്ലാതെ തട്ടിക്കൂട്ടിയിട്ട് വന്നിട്ട് ലിപ് ലോക്ക് ചെയ്യിച്ച് അത് പിന്നെ ഇതിലും വലിയ എയറിലായിരിക്കും പോകുന്നത്. വലിയ എയറിലായിരിക്കും പോയത്. എന്നുവെച്ചാൽ ഇപ്പം നെപ്റ്റ്യൂണും കഴിഞ്ഞിട്ട് പോയി. അപ്പൊ ഇനി അങ്ങോട്ടാ പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ക്യാരക്ടറിനനുസരിച്ച് മാത്രമല്ല, അതെടുക്കുമ്പം ഈ പറയുന്നത് പോലെ ഇവർ ഈ സിനിമ എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട് കുറച്ച് പ്രാവശ്യമായിട്ട്. സിനിമ എന്ന്. ഈ സിനിമ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കഴിഞ്ഞിടയ്ക്ക് ഇവരൊരു സിനിമ ഇറങ്ങിയായിരുന്നു. ആ ഒരു റേഞ്ചിലൊക്കെ കൂട്ടിയാൽ മതി. അതിനെയാണ് ഇവർ സിനിമ എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ള ഇതിനകത്തൊക്കെ ഇത് കാണിക്കുവാണെങ്കിൽ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് പറയുവാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പം വാല്യൂ കിട്ടുന്ന രണ്ട് പേരാണ് ഇവർ രണ്ടുപേരും. അത് ഉറപ്പായ കാര്യമാണ്. അതിൽ നെഗറ്റീവ് ഓർ പോസിറ്റീവ് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പം ആ ക്യാരക്ടറിന് അനുസരിച്ച് അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അഭിനയിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ, അഭിനേതാക്കളാണല്ലോ. പ്രതീഷ് അത് പറയുന്നുണ്ട്. ആ ക്യാരക്ടറിന് അനുസരിച്ച് എനിക്ക് കിട്ടുന്ന ആ കഥയുടെ ബേസ് അനുസരിച്ച് ഞാൻ ആ കഥ നോക്കും എന്ന് പറയുന്നുണ്ട്. അതെനിക്കൊരു നല്ല ചിന്തയായിട്ട് എനിക്ക് തോന്നി. എന്നോട് ഇപ്പൊ 2 മിനിറ്റ് അഭിനയിക്കാൻ പറഞ്ഞാലും അത് അഭിനയമാണ്. എനിക്ക് സിനിമ അഭിനയമാണ്, നാടകം അഭിനയമാണ്, ആൽബം അഭിനയമാണ്, ഷോർട്ട് ഫിലിം. ജീവിതം ഒരു കണക്കിന് അഭിനയമാണ്. നമ്മൾ ഇഷ്ടമില്ലാത്തവരെ നോക്കി ചിരിക്കുന്നില്ലേ? അവരെ വിഷമിപ്പിക്കേണ്ട, ഇഷ്ടമില്ലാത്തവരെ നോക്കി ചിരിക്കുന്നുണ്ട്. തന്തയ്ക്ക് വിളിക്കാൻ തോന്നി. എനിക്ക് ആൽബം അഭിനയമാണ്, ഷോർട്ട് ഫിലിം അഭിനയമാണ്, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം വൈബർ നല്ല ഒരെണ്ണം വെച്ചു കൊടുത്തു. ജീവിതവും ഒരു അഭിനയമല്ലേ എന്ന്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ജീവിതത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുവാണല്ലോ എന്ന് ഒരു ചെറിയൊരു കുത്ത് അവിടെ വൈബർ കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളുടെ യൂട്യൂബ് മഞ്ജു വാര്യരുടെ മുഖം ഒന്ന് ചമ്മുന്നുണ്ട്. വിളിക്കുന്നുണ്ട്. അതൊക്കെ ഒരു അഭിനയം തന്നെയാണ്. ഫ്രാക്ഷൻ ഓഫ് ടൈം അല്ലേ? ഇല്ല. അപ്പൊ സ്ട്രേറ്റ് നോ പറയാൻ ഇല്ല. അങ്ങനല്ല, നല്ലൊരു കഥയാണെങ്കിൽ ആ കഥാപാത്രത്തിന് ലിപ് ലോക്കിംഗ് ആവശ്യമെങ്കിൽ നമ്മൾ ചെയ്യും. അതാണ് കറക്റ്റ്. നല്ലൊരു കഥാപാത്രമാണെങ്കിൽ ആ കഥയ്ക്ക് യോജിക്കുന്ന രീതിയിൽ ആ കഥ അത്രയ്ക്ക് നല്ല കഥയായിരിക്കണം. ആ കഥയിൽ ഇതില്ലാതെ അത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള സന്ദർഭങ്ങളൊക്കെ ഒരുപാട് സിനിമകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാന്ന് പറഞ്ഞ എനിക്ക് ആ പ്രതീക്ഷ പറഞ്ഞതിൽ ഞാൻ പ്രതീക്ഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ കാര്യത്തിൽ. അല്ല, അങ്ങനല്ല. ചിലതുണ്ട്. ഇപ്പൊ നമുക്ക് ആ കഥയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. ഇപ്പൊ തന്നെ ഇവരെ അങ്ങനെ ചെയ്യിപ്പിക്കാൻ വേണ്ടി കുറെ പേര് നോക്കിയിരിക്കാൻ എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇവർ രണ്ടുപേരും ചെയ്തു കഴിഞ്ഞാൽ അതങ്ങ് കയറി അങ്ങ് വൈറലാവും, ഞങ്ങൾക്ക് കുറച്ച് അതിനകത്ത് പബ്ലിസിറ്റി കിട്ടുമെന്ന് പറയുന്ന ചെയ്യിപ്പിക്കാൻ വേണ്ടി കുറെ പേര് അങ്ങനെ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ശ്രമിച്ചാലും അത് ഞാൻ ചെയ്യില്ല എന്നാണ് പ്രജീഷ് പറഞ്ഞത്. എനിക്ക് അതാ പറഞ്ഞ ന്യായമായിട്ട് എനിക്ക് തോന്നി. ഞാനതാ പറഞ്ഞ പ്രജീഷിന് ഒരു ഇന്റർവ്യൂവിൽ സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്നും അവിടെ ഇരിക്കേണ്ടത് എങ്ങനെയാണെന്നും അവിടെ പെരുമാറേണ്ടത് എങ്ങനെയാണെന്നും കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ ഇവർ രണ്ടുപേരെ ആ ഇന്റർവ്യൂവിൽ കയറിയിട്ട് ഇവർ രണ്ടുപേരെ നിങ്ങൾ നോക്കിയത് വിലയിരുത്തുക. പ്രജീഷ് ഡീസന്റ് ആയിട്ടാണ് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷെ കൂടെ ഇരിക്കുന്ന ആള് കാണിക്കുന്ന കഥകളി അത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അവിടെ പോയി അഭിപ്രായം പറയാം. എനിക്ക് ഇവിടെയും അഭിപ്രായം പറയുക. അതായത് രേണുവിന്റെ കൂടെ ഇപ്പൊ അഭിനയം ഭയങ്കര കഴിവ്. അപ്പൊ രേണുവിന്റെ കൂടെ നിന്ന നൈസായിട്ട് സിനിമയിലേക്ക് കയറാം, ബിഗ് ബോസിലോട്ട് കയറാം. എനിക്ക് കയറിയാൽ മതി. അതുകൊണ്ട് എല്ലാത്തിനും രേണുവിനെ സപ്പോർട്ട്. ഞാൻ നേരത്തെ കേട്ട ഒരു കാര്യമാണ് കേട്ടോ. ഈ രേണുവിന്റെ കൂടെ പ്രജീഷ് ഇങ്ങനെ ഒട്ടി പോകുന്നത് രേണുവിനെ വെച്ച് റീച്ച് ഉണ്ടാക്കാനാണെന്നും രേണു മുഖേന ബിഗ് ബോസിലോ അല്ലെങ്കിൽ സിനിമയിലോ എവിടെയെങ്കിലും ആയിക്കോട്ടെ കയറി പറ്റാം
എന്നൊരു മോഹം മനസ്സിലുണ്ട്. അത് കഴിയുമ്പോൾ പ്രജീഷ് ഇതൊക്കെ തള്ളിക്കളഞ്ഞിട്ട് പോകും എന്നുള്ള രീതിയിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനും കേട്ടതാണ്. പക്ഷെ എനിക്കത് ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പ്രജീഷ് നേരത്തെ നല്ല ഫാൻ ബേസ് ഒക്കെ ഉള്ള ആളാണ് എങ്കിൽ പറഞ്ഞാലും പെട്ടെന്നാണ് രേഷ്മ പി തങ്കച്ചൻ പെട്ടെന്നായിരുന്നു ഉദയം സോഷ്യൽ മീഡിയയിൽ വൈറലായി അങ്ങ് മുന്നോട്ട് വന്നത്. അപ്പം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് നിൽക്കുമ്പോൾ അവര് രണ്ടുപേര് ചേർന്ന് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു അത് വെച്ചിട്ട് രണ്ടുപേർക്കും മുതലാക്കാം. എന്താന്ന് വെച്ചാല് ഈ പ്രജീഷിന്റെ ഫാൻ ബേസും ഈ പറഞ്ഞ രേഷ്മ പി തങ്കച്ചന്റെ നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഉള്ള ഫാൻ ബേസും എല്ലാം കൂടെ വെച്ച് ഇവർ രണ്ടുപേരെയും വെച്ച് റീച്ച് ഉണ്ടാക്കാൻ ഉറപ്പായിട്ടും പറ്റും. അതുവഴി പ്രജീഷ് റീച്ച് ആവുകയും ചെയ്യാം. പ്രജീഷിന് ബിഗ് ബോസിലേക്ക് ഒക്കെ പോകാന്ന് പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം പ്രജീഷ് ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് ബിഗ് ബോസിൽ ഉള്ളതായിട്ട് എനിക്കൊരു സംശയമുണ്ട്, ഉണ്ടോ ഇല്ലയോ അതോ വൈൽഡ് കാർഡായിട്ടാണോ കയറുന്ന തരത്തില ഇവർ രണ്ടുപേരും. രേഷ്മ പി തങ്കച്ചൻ കൺഫേം ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, ചിലർ പറയുന്നു ഇല്ലെന്ന്. ഞാൻ അറിഞ്ഞത് വെച്ച് നേരത്തെ ഉണ്ടെന്നാണ്. പക്ഷെ ഇപ്പൊ എന്തോ ചില പ്രശ്നങ്ങളുടെ മേളിൽ ഒന്ന് മാറ്റി നിർത്തിയേക്കുന്നു എന്നാണ് അറിഞ്ഞത്. പക്ഷെ ലാസ്റ്റ് നിമിഷം ചിലപ്പോൾ കയറാം, ഇല്ലെങ്കിൽ വൈൽഡ് കാർഡായിട്ട് കയറാം. എങ്ങനെയാണെങ്കിലും രേഷ്മ പി തങ്കച്ചൻ കയറും. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഹൈപ്പിൽ നിൽക്കുന്ന ഒരാളെ എന്തായാലും ബിഗ് ബോസ് മാറ്റിക്കളയത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് കേറ്റണം. ഞാൻ എന്റെ വീഡിയോകളെല്ലാം പറയാറുണ്ട്, രേഷ്മ പി തങ്കച്ചനെ ബിഗ് ബോസിൽ കയറ്റണം, എന്നാലേ നമുക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങോട്ട് ഇനി കുറെ കിട്ടാനുണ്ട്. ഇതൊന്നും അല്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരാനുണ്ട്. ഇപ്പൊ വെളിയിൽ വന്നത് മാത്രമല്ല, സ്വഭാവം, അവിടുത്തെ ക്യാരക്ടർ, അവിടുത്തെ പെരുമാറ്റം, ഇതെല്ലാം ഈ പറയുന്ന ഫാൻസുകാരും നമ്മളും എല്ലാം കാണണ്ടേ. നല്ലതാണെങ്കിൽ നല്ലതെന്ന് നമുക്ക് പറയാം, കെട്ടതാണെങ്കിൽ നമ്മൾ കെട്ടതാന്ന് പറയാമല്ലോ. 15 വർക്ക് അതിനുശേഷം കണ്ടിന്യൂ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും മാറി നിൽക്കാൻ പറ്റില്ല. അതെ അതെ അതെ. അതിന് ആ സമയത്ത് മെഗാ സീരിയൽ കോംബോ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അത് നല്ലതല്ലേ? നമ്മൾ അങ്ങനെ ഒരു കോംബോ വരുമ്പോ അയ്യോ, കുഞ്ചാക്ക പാവൻ ശാലിനി കോംബോ ആര്? ഇവർ രണ്ടുപേരും. ആ പാവം പിടിച്ചവനാണെങ്കിൽ അങ്ങ് ഗതികെട്ടങ്ങാട് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവര് തമ്മിൽ അഭിനയിക്കുന്ന വീഡിയോസ് ആയിക്കോട്ടെ, ആൽബംസ് ആയിക്കോട്ടെ, എല്ലാം സക്സസ് ആവുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഈ പ്രൊഡ്യൂസർക്ക് നഷ്ടം വരുന്നില്ല. പക്ഷെ അത് എത്ര കാലം ഇത് മുന്നോട്ട് പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഒരു ടൈം ഉണ്ട്, ആ ടൈം വരെ ഇത് പോകത്തുള്ളൂ. പക്ഷെ എനിക്കിതിനകത്ത് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇവരെ കണ്ടിന്യൂ ഇപ്പൊ സോഷ്യൽ മീഡിയയില് യൂട്യൂബിലൊക്കെ ഈ പറഞ്ഞ പോലെ ആൽബംസ് ചെയ്യുന്നവര്, ഷോർട്ട് ഫിലിം ചെയ്യുന്നവര്, വെബ് സീരീസ് ചെയ്യുന്നവര്, ഇവരൊക്കെ ഇവരെ ആശ്രയിക്കും. എന്ന് വെച്ചാൽ ഇവരിപ്പോ മാർക്കറ്റ് ഉള്ള ആൾക്കാരാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ രേഷ്മ പി തങ്കച്ചനും ഈ പറഞ്ഞ പ്രജീഷിനും ഇപ്പൊ നല്ല മാർക്കറ്റ് ഉണ്ട്. അവരുടെ ഫീൽഡിൽ അവർ പറയുന്ന പൈസ കൊടുത്ത് അവരെ അഭിനയിപ്പിക്കും. എന്നുവെച്ചാൽ അത് അവരുടെ കഴിവാണ്, ഇല്ലെന്ന് പറയുന്നില്ല. അവര് അവര് ഐഡിയ പൂർവ്വം ചെയ്തതാണോ, ഐഡിയ വെച്ച് ചെയ്തതാണോ, അവരുടെ മൈൻഡ് വഴി അവര് സെറ്റായി അവരാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും പെട്ടെന്ന് ഫാമിലിയൊക്കെ വരുന്നു, ഇവരെല്ലാം കൂട്ടാകുന്നു. ഇതെല്ലാം സോഷ്യൽ മീഡിയ വഴി അവർ തന്നെയാണ് അത് വൈറലാക്കിയതും, ഇല്ലെന്ന് പറയണ്ട. ഇവർ തന്നെ ക്യാമറാമാന്മാരെ കൊണ്ടുപോയി എടുപ്പിച്ചൊക്കെ വൈറലായതൊക്കെ ഉണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഇവർക്ക് ഇപ്പം സോഷ്യൽ മീഡിയ നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഇവര് കത്തി മിന്നി നിൽക്കുകയാണ്. അതിന് എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് നെഗറ്റീവുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ മനസ്സിൽ കുത്തി തുറന്നു നമുക്ക് നോക്കാൻ പറ്റത്തില്ല. എന്നാലും നമ്മുടെ പുറകിൽ നമുക്ക് കുറെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുന്നേ ഉള്ള ആൾക്കാർ, ഇതിലും വലിയ സ്നേഹപ്രകടനം നടത്തിയവരൊക്കെ ഇപ്പോൾ എവിടെ പോയി നിൽക്കുന്നു എന്ന് മാത്രം നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. ഞാനിത് ആരെയും മോശക്കാരനാക്കാനൊന്നും പറയുമല്ല കേട്ടോ. മികച്ച താര ജോഡികൾക്കുള്ള അവാർഡ് ആദ്യത്തെ ആൽബത്തിലൂടെ എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും ചിലപ്പോൾ കിട്ടുമെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടി അവാർഡ്. ആ താര ജോഡിക്കുള്ള അവാർഡ് കൊടുത്തവർ ഇപ്പൊ ഇരുന്ന് കരയുമായിരിക്കും. അന്ന് ആദ്യമായിട്ട് രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കണമെന്ന് അവർ ഇത്രയും കരുതി കാണത്തില്ല, ഇങ്ങനെയുള്ള ലെവലിലൊക്കെ പോകുമെന്ന്. ഈ രേഷ്മ പി തങ്കച്ചനെ കുറിച്ച് നമ്മളാരും മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ വെളി വരുന്നു. അതുപോലെ കൊല്ലം സുധിയെ കുറിച്ച് നമ്മൾ ഒരുപാട് ചിന്തിക്കാത്ത കാര്യങ്ങൾ വെളി വരുന്നു. ഇതിനെല്ലാം കാരണക്കാരൻ ആരായിരുന്നു? ഇതിനൊക്കെ കാരണം ആരായിരുന്നു? ഈ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാണ്, ഈ രേഷ്മയുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയെ ഉപയോഗിച്ചപ്പോൾ എനിക്ക് അതുവഴി കുറച്ച് നെഗറ്റീവ് ഓർ പോസിറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി അവിടെ എന്തോ കാട്ടിക്കൂട്ടിയപ്പോഴാണ് ഇപ്പൊ കണ്ടില്ലേ എന്തൊക്കെയാണ് വെളി വരുന്നത്, എത്ര പേരാണ് വെളി വരുന്നത്. പക്ഷെ അതിനൊക്കെ വഴിവെക്കുന്നത് ആരാണ്? ഇതിനൊക്കെ വഴിവെച്ചത് ഈ രേഷ്മ പി തങ്കച്ചന്റെ എടുത്തുചാട്ടവും നാക്കും ഒക്കെയാണ്. അത് നേരെയാകത്തിടത്തോളം കാലം ഉറപ്പായിട്ടും അത് ദോഷം ചെയ്യുന്നത് ഇനി ഈ പ്രജീഷിനായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഇവർ രണ്ടുപേരും ഒരുമിച്ച് ബിഗ് ബോസിലോട്ട് കയറ്റി വിട്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരാൾ മാത്രം, രണ്ടുപേരും അടിച്ചു പിരിഞ്ഞില്ല, ഒരാൾ മാത്രമേ ഇങ്ങോട്ട് വെളിയോട്ട് വരാൻ ചാൻസ് ഉള്ളൂ. ഇവർ രണ്ടുപേരിൽ ഒരാളുടെ സ്വഭാവം രണ്ടുപേരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, റിയൽ ക്യാരക്ടർ. അവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എക്സ്പോസ് ആകാൻ പോകുന്നത് ഈ രേഷ്മ ആയിരിക്കും.
ഈ രേഷ്മയുടെ ക്യാരക്ടർ വെച്ചിട്ട്. ഇപ്പോ ജസ്റ്റ് ഒരു മീഡിയന്റെ മുന്നിലാണെന്നുണ്ടെങ്കിൽ മീഡിയക്കാർ ഓൾറെഡി പറയും പ്രതീക്ഷ ഞങ്ങൾ ഒരുമിച്ച് നിൽക്ക്, ഞങ്ങൾക്ക് ചെറിയ ബൈറ്റ്സ് എടുക്കാണ്ട്. അപ്പൊ ശരി, നമ്മൾ സംസാരിച്ചു. അപ്പോൾ അടുത്ത ആൾക്കാർ വരും. അങ്ങനെ പല മീഡിയസ് വരുന്ന സമയത്ത് എല്ലാം ഒരുമിച്ചാണ്. ഓരോ ഷൂട്ടിന് പോണ സമയത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. അപ്പൊ ഇത്തിൽ കണ്ണി പറയുമ്പോ ഇവര് തമ്മിൽ ഒരുമിച്ച് ഷൂട്ടിങ്ങിന് പോകുന്നതോ ഒരുമിച്ച് നടക്കുന്നതിനോ ഒന്നും ആരും കുറ്റം പറഞ്ഞില്ല. ഇവരിപ്പോ ഒരു കാര്യം ഇതിനകത്ത് പറഞ്ഞ് ഒരു ചാനലുകാർ വന്നിട്ട് നിങ്ങൾ രണ്ട് ഒരുമിച്ച് നിൽക്കുക, ഞങ്ങൾ ഒരു ഫോട്ടോ എടുക്കട്ടെ അല്ലെങ്കിൽ ഞങ്ങൾ ഒരു ബൈറ്റ് എടുക്കട്ടെ എന്ന് പറയുമ്പോൾ അവിടെ ആ ബൈറ്റ് എടുക്കാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൊടുക്കുന്ന ആൻസർ ഉണ്ട്, ഉത്തരം. ആ ഉത്തരം കൊടുക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇങ്ങനൊക്കെ അങ്ങനെയൊക്കെ കാണിക്കുമ്പോഴാണ് ആൾക്കാർക്ക് സംശയം തോന്നുന്നത്. ഈട പോട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പം ഡൗട്ട് അടിക്കുന്നവർക്ക് ഡൗട്ട് അടിക്കും. എല്ലാവരും ഒരുപോലെ ഒന്നും അല്ലല്ലോ, പലർക്കും പല സ്വഭാവമല്ലേ. അപ്പൊ ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം. ഇവര് തന്നെയാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടാനുള്ള അവസരങ്ങൾ ഉണ്ടായി കൊടുക്കുന്നത്. എത്രയോ പേര് വന്നിട്ട് ക്യാമറയുടെ മുന്നിൽ ഡീസന്റ് ആയിട്ട് ബൈറ്റും കൊടുത്തിട്ട് പോകുന്നത് കാണാം. പക്ഷെ അവിടെ ഈ കൊഞ്ചിക്കുഴയിലും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ നോർമലി എല്ലാവർക്കും തോന്നും. ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പറയില്ലേ, ഒരു കയ്യിൽ തന്നെ അടിച്ചടിച്ച് തഴമ്പ് വന്നു പിന്നെ അടിച്ചാൽ നമുക്ക് വേനിക്കില്ല. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ നിൽക്കുന്ന സമയത്ത് പറയുന്നുണ്ട് സ്ട്രെസ്ഫുൾ ആണോ എന്നാ രേണുവിന്റെ വീഡിയോ എടുക്കുക, കമന്റ് എടുക്കുക അല്ലെ? അത് ചോദിച്ച ചോദ്യം എന്താന്ന് വെച്ചാല്, ആരെങ്കിലും ടെൻഷനിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ രേണുസുധിയുടെ കമന്റ് എടുക്കുക, വീഡിയോസ് എടുക്കുക, അതിനകത്ത് കമന്റ് വായിക്കുക, ഇരുന്ന് ചിരിക്കുക എന്ന് പറയുന്നവരുണ്ടെന്നാണ് പറയുന്നത്. കൂടുതലും ഞാനും ഈ രേണുസുധിയുടെ വീഡിയോസ് താഴെ വരുന്ന കമന്റ്, അതും ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലല്ല കേട്ടോ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവർ കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ കമന്റുകൾ കൂടുതലും വരുന്നത്. ഈ കൂടുതലും ഫേസ്ബുക്കില് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചിരിക്കാനുള്ള സാധനങ്ങൾ കിട്ടും. അത് സത്യമായ കാര്യമാണ്. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ അത്രയൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ വീഡിയോയ്ക്ക് താഴെയൊന്നും ഇത്രയും ഇതായിട്ടുള്ള കമന്റുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഏറ്റവും കൂടുതൽ കമന്റ് വരുന്നത്. കാരണം നമ്മൾ അത് സത്യമായിട്ട് പറയണമല്ലോ. കോള് വരും, ഈ വർക്ക് എന്ന് പറയുന്നത്. ഇപ്പോഴും ഒരു വർക്ക് വിളിച്ച് ഒരു ഡയറക്ടറാണ് സംസാരിച്ചത്. അല്ല, കാരണം എൻഡ് ഓഫ് ദ ഡേ വർക്കിന്റെ മേളി വർക്കാ. ഡയറക്ടർ ഇപ്പൊ വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ. തിരക്കാ. മഞ്ജു വാര്യർക്ക് ഭയങ്കര തിരക്കാ. പക്ഷെ ഒരു കാര്യമുണ്ട്, മഞ്ജു വാര്യർ കാവ്യമാധവനാവാതെ നോക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതൊന്നും അധികകാലം ഒന്നും ഈ ജാടയും വേലയും ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഈ രേഷ്മ പി തങ്കച്ചനെ ഞാൻ കണ്ടിടത്തോളം, ഞാൻ ഈ ഇന്റർവ്യൂസും ഇങ്ങനെ കാര്യങ്ങളും എല്ലാം കണ്ടിടത്തോളം, സംസാരത്തിലൊക്കെ കണ്ടിടത്തോളം ഒരു അഹങ്കാര മനോഭാവം. അഹങ്കാരം എന്ന് പറഞ്ഞാൽ സംസാരം, ഒരു റെസ്പെക്ട് കൊടുത്ത് സംസാരിക്കാൻ അറിയത്തില്ല, വായി തോന്നുന്നത് കോതയ്ക്കോ പാട്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലയോ, അങ്ങനെയൊക്കെയുള്ള സംസാരവും കാര്യങ്ങളും ഒക്കെയാണ്. നിങ്ങൾക്കും അത് തോന്നിക്കാണും. അതുകൊണ്ടാണ് ഇവരെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരാൻ ഇവർക്ക് കാര്യം. പക്ഷെ അത് വെച്ച് ഇവർ ഉപയോഗിക്കുകയാണ്. അത് നോർമലി നമുക്ക് മനസ്സിലാവും, അത് റീച്ചിന് വേണ്ടി ഉപയോഗിക്കുന്നു. പക്ഷെ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പറയാനും പറ്റത്തില്ല. ഈ നാക്ക് ഭയങ്കര പ്രശ്നമാണ്. ഈ നാക്കും ആ പെരുമാറ്റവും ഒരാളോട് റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കുന്നതും എല്ലാം കാണുമ്പോൾ നമുക്ക് അതാണ് തോന്നുന്നത്. ഇത് അധികാലം ഒന്നും വണ്ടി ഓടത്തില്ല എന്നുള്ളൊരു ഉറപ്പാണ്. ഇനി ബിഗ് ബോസിൽ കൂടി പോയിട്ട് ഇത് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഏകദേശം തീരുമാനമാവും. ഈ ക്യാരക്ടറൊക്കെ ആണെങ്കിൽ എക്സ്പോസ് ആവും, മിക്കവാറും അതിനകത്ത് പോകുമ്പോൾ മൊത്തത്തിൽ എക്സ്പോസ് ആവും, പണിയും കിട്ടും. സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ന്യൂസും റീച്ചും തന്നെയാണ്. അപ്പൊ ഇപ്പൊ പ്രതീക്ഷ ഇപ്പൊ കോളൊന്നും വന്നിട്ടില്ല. പ്രതീക്ഷ ഇത്തവണത്തെ ബിഗ് ബോസിൽ ഇല്ല. എനിക്കും പേഴ്സണലി ഭയങ്കര ആഗ്രഹം. പ്രതീക്ഷ ഇത്തവണത്തെ ബിഗ് ബോസിൽ ഇല്ലെന്ന് പറയുമ്പോൾ പ്രതീക്ഷ ഒരു മൂളുന്നുണ്ട്. പ്രജീഷ്, എനിക്ക് തോന്നുന്നു പ്രജീഷ് കാണാൻ സാധ്യതയുണ്ട്. ഒന്നീ വൈൽഡ് കാർഡ് ആയിട്ടോ എങ്ങനെങ്കിലും ഒരു കോള് പോയിരിക്കാം. അതുകൊണ്ടായിരിക്കാം, ഇന്റർവ്യൂയോ കോളോ എന്തെങ്കിലും നടന്നിരിക്കാം. ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർ രണ്ടുപേരും കയറാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ രണ്ടുപേരെയും ഈവൻ ലാലേട്ടൻ വിളിച്ച് വെൽക്കം ചെയ്യുന്ന ബിഗ് ബോസ് സീസൺ 7 ഉണ്ടാവണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരുപാട് ഫൈറ്റ് ചെയ്യുമ്പോൾ ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി നമ്മൾ സൈലന്റ് ആവുന്നുണ്ടെങ്കിലും അപ്പുറത്തൊരു വലിയൊരു മറുപടി നമുക്ക് ഈ പറയുന്നവർക്ക് കൊടുക്കാനായിട്ട് കാലമായിട്ട് നമുക്ക് ശരിയാക്കി തരാറുണ്ട്. ഈവൻ നമ്മൾ ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ. അത് തന്നെ. ഇപ്പം വൈബർ അവിടെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഇപ്പം ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നുണ്ട് ഈ രേഷ്മയെയും ഈ പറഞ്ഞ പ്രജീഷിനെ അത്രയ്ക്ക് നെഗറ്റീവ് ആക്കുന്നില്ല. അത് രേഷ്മയുടെ കൂടെയുള്ള പ്രവർത്തികൾ കാണുമ്പോൾ അത് നെഗറ്റീവ് ആകുന്നത്. അപ്പം ഈ രേഷ്മയെ ഒരുപാട് നെഗറ്റീവ് പറയുന്നുണ്ട്. അപ്പം വൈബർ പറയുന്നത്, നമുക്ക് ഇപ്പൊ ആരോടും പോയി അലച്ചൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെയാണെന്നൊന്നും ആരെയും കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. വൈബർ ബിഗ് ബോസിൽ പോയത് കൊണ്ട് വൈബറിന് അറിയാം, അതിനകത്ത് കയറി കഴിഞ്ഞാൽ പണി ഒന്നും നടക്കത്തില്ല. സ്വന്തമായിട്ട് എക്സ്പോസ് ആകും. നമുക്ക് പറയേണ്ട കാര്യങ്ങൾ നമുക്ക് പറയുകയും ചെയ്യാം. പക്ഷെ നമ്മുടെ തനി സ്വഭാവം റിവീൽ ആവുകയും ചെയ്യും. അപ്പം അങ്ങനെ നല്ല ഒരു ഇതായിട്ട് പോവുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ വെളിയിലോട്ട് അറിയിക്കാൻ പറ്റും, രേഷ്മയ്ക്ക് അറിയിക്കാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവിടെ വൈബർ സംസാരിക്കുന്നത്. നമ്മുടെ ആഗ്രഹം അതാണ്, അകത്തോട്ട് പോണം, റിയൽ ക്യാരക്ടർ എക്സ്പോസ് ആവണം. റിയൽ ക്യാരക്ടർ എക്സ്പോസ് ആവുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഈ രേഷ്മ പി തങ്കച്ചൻ എന്താണെന്നുള്ളത്. ഞങ്ങളും അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. ബിഗ് ബോസിൽ പോവാ, അവിടെ നമ്മൾ
ഇപ്പം വെളിയിൽ നിന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഈ കണ്ടിടത്തോളം രശ്മ ബി തങ്കച്ചൻ ഈ ബിഗ് ബോസിനകത്ത് പൊക്കഴിഞ്ഞാൽ മുക്രിയിടും. എന്നുവെച്ചാൽ മുക്രിയിടും എന്ന് വെച്ചാൽ മുക്രിയിടും. നിങ്ങൾ നോക്കിക്കോ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നടക്കാൻ പോകുന്നു എന്നുള്ളത്. ഈ ക്യാരക്ടർ വെച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ പിന്നെ നമ്മൾ ഒരുപാട് പേര് നെഗറ്റീവായിട്ട് അകത്ത് പോയിട്ട് പോസിറ്റീവായിട്ട് തിരിച്ചു വന്നവരുണ്ട്, പോസിറ്റീവായിട്ട് അകത്ത് പോയിട്ട് നെഗറ്റീവായിട്ട് വന്നവരുമുണ്ട്. പക്ഷേ അങ്ങനെ നമ്മളൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാലും ഈ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും അവിടെ നല്ലതാണ് കാണിക്കുന്നത്, നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ നല്ലതെന്ന് പറയും. അവിടെ അല്ല ഇതുപോലൊക്കെ തന്നെയാണെങ്കിൽ നമ്മളും അതുപോലൊക്കെ പറയും. എന്തായാലും ഈ വീഡിയോ കുറച്ച് ലോങ് ആയെന്ന് എനിക്ക് തോന്നുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ആ ഹൈപ്പ്, ഇപ്പൊ പേര് കിട്ടി കേട്ടോ, ആ ഹൈപ്പ് എന്ന് പറഞ്ഞ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യണം. അതുപോലെ ബെൽ ബട്ടൺ അമർത്തണം. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.